എപ്പിസോഡിന്റെ തുടക്കത്തിൽ സിയോള് നല്ല ഹാൻസം ആണെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ് ചെയ്യാന്ന് പറയുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. മനുഷ്യനാവാൻ ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ട് ഇത്രയും നാൾ ഡേറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇപ്പൊ എന്തായാലും മനുഷ്യനായ സ്ഥിതിക്ക് ഒന്ന് പ്രേമിച്ചു നോക്കാന്ന് പറയുന്നതായിട്ട് അന്തം വിട്ടിരിക്കുകയാണ് ഹീറോ. എന്നെ ഇഷ്ടാണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചതും ഏയ് അങ്ങനൊന്നല്ല, നമ്മുടെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുമ്പോ ഇതൊക്കെ നിർത്താം, അതുവരെ മര്യാദക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആയിക്കോളണം എന്ന് പറഞ്ഞ് ഓർഡർ ഇടാണ് അവള്. അങ്ങനെ പിറ്റേ ദിവസം എണീക്കുമ്പോ തൊട്ട് ഗേൾ ഫ്രണ്ടിന്റെ ഡ്യൂട്ടി തുടങ്ങിയേക്കാണ് പുള്ളിക്കാരി. സ്നേഹത്തിലൊക്കെ പെരുമാറാൻ നേരം സിയോൾ അതിന് വഴങ്ങുന്നില്ല എന്നാവുമ്പോ ലാസ്റ്റ് ഭീഷണിപ്പെടുത്തി സ്നേഹിപ്പിക്കലാവും. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനൊക്കെ ആരെങ്കിലും റിലേഷൻഷിപ്പ് തുടങ്ങുമെന്നാണ് ഹീറോയുടെ മനസ്സിൽ. ഫുഡ് വാരിക്കൊടുക്കുകയും കൈപിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ സിയോളിന് എന്തോ ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അവളോട്. ഇന്ന് നഴ്സിംഗ് ഹോമിലേക്ക് പോണ്ടേന്ന് ചോദിക്കുമ്പോ പോണം. എത്ര ആലോചിച്ചിട്ടും ആ പൂപ്പൻ എന്നോട് എന്തിനാ ദേഷ്യം എന്ന് മനസ്സിലാവുന്നില്ല. അത് നേരിട്ട് ആളോട് തന്നെ ചോദിക്കണം എന്ന് പറയുന്നതായിട്ട്. പക്ഷെ അദ്ദേഹം ഒരു ഡിമെൻഷ്യ പേഷ്യന്റ് അല്ലേ, അതൊക്കെ ഓർമ്മ കിട്ടുമെന്ന് സിയോള് ചോദിക്കുമ്പോ അപ്പൊ അത് നിസ്സാര കാര്യമായിരിക്കില്ല എന്ന് പറയാണ് യുൻഹോ. അടുത്ത ദിവസം പറഞ്ഞ പോലെ നഴ്സിംഗ് ഹോമിലേക്ക് ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവര്. എല്ലാ റൂമിലും ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചെങ്കിലും ഒന്നിലും ആ അപ്പൂപ്പനെ കാണാത്തോണ്ട് തന്നെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചുപോയിന്നറിയാ. അത് കേട്ടതോടെ ഇവർക്ക് ആകെ വിഷമാവും. അവിടെ സിംഗട്ടായി ഫോക്സ് ഹണ്ടറിനെയാണ് കാണിക്കുന്നത്. അവൻ കൊന്നിട്ടുള്ളവരുടെ ഒക്കെ ആത്മാക്കള് എപ്പോഴും അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. നരകിച്ച മരണം കിട്ടുന്നുള്ളത് അവന്റെ വിധിയായതുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ചോര ഛർദിച്ച് റോട്ടി കിടക്കുന്നതെല്ലാം സന്തോഷത്തോടെ ആത്മാക്കള് നോക്കി നിൽക്കുന്നുണ്ടാവും. പിന്നീടുള്ള സീനിൽ സിയോളും യുൻഹോയും അപ്പൂപ്പന്റെ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതാണ് കാണിക്കുക. ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അദ്ദേഹത്തിന്റെ മകനായിട്ട് സംസാരിക്കുന്നുണ്ട്. ഫ്യൂണറൽ ഒന്നും അത്ര കാര്യമായിട്ട് നടത്തില്ലല്ലോ, നിങ്ങൾ നല്ല ക്യാഷ് ഉള്ളവരായിരുന്നല്ലേ എന്ന് അവള് ചോദിക്കുമ്പോ അതെങ്ങനെ അറിയാന്നാ മോൻ ചോദിക്കും. 3 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത്, പിന്നെ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണെന്നിട്ട്. ഇന്നേരം അവര് പണക്കാരായിരുന്നു എന്നുള്ളത് ഭാര്യ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ട് അച്ഛന് സംഭവിച്ചത് എന്താണെന്ന് അവൻ പറയും. അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പുള്ളി ഉണ്ടാക്കിയ പുതിയൊരു മരുന്ന് വാങ്ങാൻ വന്നിരിക്കുന്ന വേറൊരു കമ്പനിയുടെ ഹെഡാണിത്. ക്ലിനിക്കൽ ട്രയലിൽ എങ്ങാനും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നുകൊണ്ട് നിനക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല, പക്ഷെ അത് എനിക്ക് വിറ്റ ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ടിന്റെ 10 ഇരട്ടി തരാന്ന് പറയാണ്. ആ ഡീൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആ ഡ്രഗിന്റെ ട്രയൽ എല്ലാം കഴിഞ്ഞ് മരുന്നൊരു വലിയ സക്സസ് ആയിരുന്നു. നല്ലൊരു എമൗണ്ട് അച്ഛന് കിട്ടിയെങ്കിലും പുള്ളി ആദ്യം വിറ്റ മരുന്നിനേക്കാൾ നല്ലത് ഉണ്ടാക്കണമെന്ന് വാശിയായി. പിന്നീട് കുറെ പണം അതിനു വേണ്ടി പല പ്രൊജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ കടം കയറിയിട്ടാണ് വീടും സ്ഥലമൊക്കെ പോയത്. ആദ്യം ഉണ്ടാക്കിയ മരുന്ന് മറ്റൊരാൾക്ക് വിറ്റത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതിനിടെ ഡെഡ് ബോഡി കിടത്താനുള്ള ബോക്സ് ഏത് വേണമെന്ന് ചോദിച്ചൊരാള് വരും. ഇന്നേരം ഏറ്റവും വില കുറഞ്ഞത് എടുക്കാൻ പറയുന്നത് കേട്ട് വല്ലാത്ത കുറ്റബോധം തോന്നാണ് യുൻഹോക്ക്. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അറിയാതെ ആണെങ്കിലും ഞാനാണ്, പക്ഷെ ആൾ എന്റെ ക്ലയന്റ് ആയിരുന്നില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ കയ്യിൽ എത്ര കാശാണോ ഉള്ളേ പറ്റുമെങ്കിൽ അതെല്ലാം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത് നല്ലൊരു കോഫിൻ വാങ്ങാനും ചടങ്ങൊക്കെ നന്നായി നടത്താനും പറയും. കയ്യിലുള്ളത് മൊത്തം കൊടുത്താൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താവെന്ന് ഓർത്ത് സിയോളിന് ടെൻഷൻ ആവുമെങ്കിലും ലാസ്റ്റ് അവള് പറഞ്ഞ പോലെ ചെയ്യാണവൻ. കുറച്ചു കഴിഞ്ഞതും ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ, എന്റെ സ്പിരിച്വൽ പവർ കൂടിയെന്നും പറഞ്ഞ് ഗുമി വരാണ്. ചെറിയൊരു എമൗണ്ടേ കൂടിയിട്ടുള്ളെങ്കിലും അത് പറയാൻ വന്നതാണെന്ന് പറയുന്നതിനിടെ ക്യാഷ് കൊടുത്തൊന്നും പറഞ്ഞ് സിയോളും വരും. സ്പിരിച്വൽ പവേഴ്സ് കൂടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് തനിക്ക് ഇപ്പൊ മനസ്സിലായി എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ് ഹീറോയിൻ. ഇന്നേരം അവിടെ നിന്ന് നേരെ അപ്പൂപ്പന്റെ ആ മരുന്ന് വിലക്കി വാങ്ങിയ ആ ആളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്കാണ് ഇവര് പോവാ. ശരിക്കും യുൻഹോയുടെ ക്ലയന്റ് ആയിരുന്നത് അയാളായിരുന്നു, അത് വേറെ ആരുമല്ല. അന്ന് ആ കത്തിയുടെ കാര്യം ഹീറോയിനെ വിളിച്ചറിയിച്ച കിം എന്ന് പറഞ്ഞ അപ്പൂപ്പൻ. മുൻപ് ഇയാളുടെ ഇതൊരു ലോക്കൽ ഫാർമസി ആയിരുന്നു. അപ്പോഴാണ് മരിച്ചുപോയ അപ്പൂപ്പൻ ഹ്വാങ് ഒരു അടിപൊളി ഡ്രഗ് ഉണ്ടാക്കിയത്. ആ മരുന്ന് ക്ലിനിക്കൽ ട്രയലൊക്കെ പാസ്സായി സക്സസ് ആവോന്നുള്ളത് ചെയർമാൻ കിം ഹീറോയിനോട് ചോദിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് ഹ്വാങ്ങിന്റെ അത് വിലക്ക് വാങ്ങിയതും ആ ഒരൊറ്റ ഡ്രഗ് കാരണം ഇത്ര റിച്ച് ആയതും. അതൊക്കെ യുൻഹോ നേരെ അവരോട് പറയുന്നുണ്ട്. പുള്ളിക്കാലത്ത് തന്റെ ഹോബികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെ പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി. ഗുമി അയാളെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ ഒന്ന് പേടിക്കുമെങ്കിലും യുൻഹോനെ കണ്ടപാടെ 9 ടൈൽഡ് ഫോക്സ് എന്താ ഇവിടെ, ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറയാണ്. മിസ്റ്റർ ഹ്വാങ് മരിച്ചു, നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ഒന്നും അല്ലല്ലോ, നേരിട്ടൊന്ന് പോയി കണ്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ പറയുമ്പോ എത്ര രൂപ കൊടുക്കണം എന്ന് അയാള്. ക്യാഷ് ആയിട്ടല്ല, നിങ്ങളുടെ ആ പുതിയ ബിൽഡിംഗ് ഇല്ലേ അത് അവർക്ക് കൊടുക്കാൻ പറഞ്ഞതും നീ ഇതെന്തൊക്കെയാ പറയുന്നതെന്ന് ചെയർമാൻ ചോദിക്കും. ഹ്വാങ് കാരണമല്ലേ താങ്കൾക്ക് ഇതൊക്കെ ഉണ്ടായെന്ന് കേട്ട്, ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നല്ലോ, നല്ലൊരു എമൗണ്ട് നിനക്കും തന്നു ഹ്വാങ്ങിനും കൊടുത്തിരുന്നു, അവനായിട്ട് തന്നെയാണ് എനിക്ക് ആ ഡ്രഗ് തന്നെന്ന് പറയുമ്പോ ഹ്വാങ്ങിന് ഒരിക്കലും അത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് അറിയാലോ എന്ന് അവള് പറയുന്നുണ്ട്. കാരണം യുൻഹോ ആണ് ഹ്വാങ്ങിനെ അന്ന് നേരിട്ട് പോയി കണ്ട് അയാളുടെ മനസ്സ് മാറ്റിച്ചത്. ഹീറോയിൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഹ്വാങ് അപ്പൂപ്പൻ ആ ഡ്രഗ് ചെയർമാൻ കിമ്മിന് ഒരിക്കലും വിൽക്കില്ലായിരുന്നു.
ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം നശിപ്പിക്കാനും എനിക്കറിയാന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അവള്. അതിനൊരു എഫക്ട് കിട്ടാൻ ഗുമി അവളുടെ പവേഴ്സ് കൊടുക്കും. കട്ട് ചെയ്താ ഇതുവരെ യുൻഹോ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ തിരുത്തുന്ന പോലെ ഒരു പ്രായശ്ചിത്തം പോലെ ചെയ്യുമ്പോഴാണ് സ്പിരിച്വൽ പവേഴ്സ് കൂടുന്നതെന്ന് സിയോളിനും മനസ്സിലാവുന്നുണ്ട്. ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രം ആ ബിൽഡിംഗ് അയാൾ കൊടുക്കുമെന്ന് ഗുമി ചോദിക്കുമ്പോ ഞാൻ മനുഷ്യനായി അറിയാത്തതുകൊണ്ട് അനുസരിക്കുന്നു പറയാണ്. എന്നാ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ഗുമി ചോദിക്കുന്നത് കേട്ട് ഇപ്പൊ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ കൊണ്ടുപോവാന്ന് സിയോള് പറയും. ഇനി ഫുട്ബോൾ കളിച്ചിട്ട് വേണം പൈസ ഉണ്ടാക്കാന്ന് പറയാണെന്നിട്ട് അവിടെ സീങ്കട്ടായി സിയോളിന്റെ ഫ്രണ്ട്സ് ഒരു മാച്ചിന് റെഡി ആവുന്നതാണ് കാണിക്കുക. എന്തായാലും തോക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ മുഖത്തും സംസാരത്തിലും ഉണ്ട്. കാരണം ഇവര് 4th ഡിവിഷൻ പ്ലെയേഴ്സും ഓപ്പോസിറ്റ് കളിക്കാനുള്ളത് 2nd ഡിവിഷൻ പ്ലെയേഴ്സും ആയിരുന്നു. അതിലൊരുത്തൻ നല്ല ഫേമസ് ആയതുകൊണ്ട് തന്നെ പരിചയപ്പെടാൻ പോയാലോ എന്നൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. കട്ട് ചെയ്താ നാണമില്ലേടാ നിനക്കൊന്നും, കളിക്ക് മുന്നേ തന്നെ നീയൊക്കെ എന്നെ നാണം കെടുത്തുമല്ലോ, ഓപ്പോസിറ്റ് കളിക്കുന്നവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ പോയേക്കാണെന്നും പറഞ്ഞ് ചീത്ത പറയാണ് കോച്ച് അവരെ. ഈ മാച്ച് ജയിച്ചാ 4th ഡിവിഷനിൽ നിന്ന് 3rd ഡിവിഷനെങ്കിലും ആവാൻ പറ്റുമെന്ന് പറയാണെന്നിട്ട്. പക്ഷേ മാച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോ തന്നെ കോച്ചിന്റെ പ്രതീക്ഷ എല്ലാം പോയി. ആ സമയത്താണ് നമ്മുടെ സിയോൾ അങ്ങോട്ട് വരാ. ഇവനെന്ത് ഈ ഗെറ്റപ്പിൽ എവിടെയെന്നാണ് കോച്ച് ചിന്തിക്കുന്നേ. ഞാൻ ഇപ്പോഴും ടീമിലെ ഒരു മെമ്പർ ആണെന്നല്ലേ കോച്ച് പറഞ്ഞേ. സാറിന് 3rd ഡിവിഷനിലേക്ക് പ്രൊമോഷൻ മേടിച്ച് തന്നിട്ടേ ഞാൻ അടങ്ങൂ, എനിക്കൊരു പ്രാക്ടീസും ആവുമല്ലോ എന്നും പറഞ്ഞ് മാച്ചിന് ഇറങ്ങാണവൻ. ഇതേ സമയം കളി കാണാൻ ഗുമിയും യുൻഹോയും വന്നിരിപ്പുണ്ട്. ആരും കാണാനില്ലെങ്കിൽ പിന്നെ ഇവന്മാര് ഈ കഷ്ടപ്പെട്ട് കളിക്കുന്ന എന്തിനാണെന്ന് പറയുന്നതിനിടെ സിയോളിന്റെ മാച്ച് അവര് കാണും. ഇന്നേരം അവനൊരു ഗോൾ അടിച്ചതും എല്ലാവർക്കും സന്തോഷാവാണ്. പക്ഷെ ഹീറോ അപ്പോഴും ജയിക്കാൻ ഈ സ്കോർ പോരാന്നും പറഞ്ഞ് ഒടുക്കത്തെ സീരിയസും. പിന്നീടുള്ള സീനിൽ ഫോക്സ് ഹണ്ടറിനെയാണ് കാണിക്കുന്നത്. ചോര ഛർദ്ദിച്ച് റോട്ടി കിടക്കുന്ന കണ്ട് ആരോ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. അവിടെ ആത്മാക്കൾ ഉണ്ടാവും. അവസാനമായി കൊന്ന ആ ലേഡി ഷാമൻ അവന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവൻ അവരെയും കൊന്നത്. ചാവാനും ജീവിക്കാനും പറ്റാതെ അവൻ നരകിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ നേരം പുറത്ത് ലീ അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായി. അവനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എനിക്കൊരു ഹെൽപ്പിന് വേണ്ടി ഞാൻ തന്നെ ഒരുപാട് അന്വേഷിച്ചിരുന്നു, തനിക്കും കൂടി ഗുണമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത മാച്ച് ഇവിടെ പൊടി പൊടിച്ചോണ്ടിരിക്കുകയായിരിക്കും. സിയോള് കയറി കുറച്ച് മിനിറ്റേ ആയുള്ളെങ്കിലും അവൻ ഹാട്രിക് അടിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇവര്. ഒരു ഗോളും കൂടി അവൻ അടിച്ചാൽ ചിലപ്പോ തോൽക്കേണ്ടി വരുന്ന ഉറപ്പാവുന്നോണ്ട് തന്നെ ഓപ്പോസിറ്റ് ടീമിലുള്ളവര് ഫൗള് കാണിക്കാൻ തുടങ്ങാണ്. ഇപ്പോ മനഃപൂർവ്വം സിയോളിനെ തള്ളിയിടുകയും വീഴ്ത്തൊക്കെ ചെയ്യും. മാച്ച് തീരാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോ അവര് ശരിക്കും ഒരു ഫൗള് ചെയ്യുന്നോണ്ട് തന്നെ ഹീറോയ്ക്ക് പെനാൽറ്റി കിക്ക് കിട്ടുന്നുണ്ട്. അത് അവൻ അടിച്ച് ഗോളാക്കുകയും ചെയ്യും. ഇപ്പൊ 2 ടീമും ടൈ ആയി. ടൈ ആണെങ്കിലും കോച്ചിനുൾപ്പെടെ എല്ലാവർക്കും ജയിച്ചതിന്റെ മട്ടാണ്. പക്ഷെ സിയോൾ അപ്പോഴും അവന്റെ പഴയ സ്വഭാവം, അതായത് ജയിച്ചതിന്റെ സന്തോഷമൊന്നും ഇല്ലാതെ മാച്ചിൽ വന്ന തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇംപ്രൂവ് ആക്കാൻ പറഞ്ഞ് ചെവി പൊട്ടുന്ന ചീത്ത പറയണവരെ. അവന്റെ ചീത്ത കേട്ടതും കളി ഇനി തോറ്റോന്നുള്ള സംശയമാണ് കോച്ചിനുൾപ്പെടെ എല്ലാവർക്കും. അതിലേറെ സന്തോഷമാണ് യുൻഹോക്ക് ഇവിടെ. സിയോൾ അടിപൊളിയായി കളിക്കുന്നുണ്ടല്ലേ എന്ന് ഗുമി ചോദിക്കുമ്പോ പിന്നെ വെറുതെ ആണോ അവൻ വേൾഡ് ഫേമസ് പ്ലെയർ ആയെന്നൊക്കെ യുൻഹോയും പൊക്കി പറയും. ശേഷം കുറെ നേരമായില്ലേ നിൽക്കുന്നേ, പൊയ്ക്കോളാൻ പറയാണ് ഗുമിനോട്. കട്ട് ചെയ്താ മാച്ച് കഴിഞ്ഞ് ഓരോരുത്തർ പോകുന്നതിനിടെ നീ ഗ്യോങ്ങിന്റെ ക്യാഷ് കൊടുത്തോ എന്ന് ചോദിക്കാണ് ഒരു ഫ്രണ്ട്. അന്ന് മല കയറി വന്ന വഴി കാറിൽ പെട്രോൾ കഴിഞ്ഞപ്പോ റോഡിലിട്ട് പോന്നല്ലോ, ആ കാർ എടുത്തുകൊണ്ട് വരാൻ കുറെ പൈസ ആയെന്ന് ആ ഫ്രണ്ട് പറഞ്ഞു എന്ന് കേട്ട് മറന്നതാണ്. ഇന്ന് എന്നെ കൊടുക്കാം, നമുക്കിപ്പോ ക്യാഷ് കിട്ടുമല്ലോ എന്ന് ഹീറോ. ഇത് കേട്ടതും എല്ലാവരും പരസ്പരം ഒന്നും പിടികിട്ടാതെ നോക്കുമായിരിക്കും. സിയോള് കരുതിയിരുന്നത് ഓരോ മാച്ചിനും തരക്കേടില്ലാത്തൊരു എമൗണ്ട് സാലറി ആയി കിട്ടുന്നായിരുന്നു. ഇവര് പക്ഷെ 4th ഡിവിഷൻ പ്ലെയേഴ്സിന്റെ ടീമും മിക്കപ്പോഴും ബാഡ് പെർഫോമൻസ് കൊണ്ടൊക്കെ നിസ്സാര പൈസ മാത്രമേ കിട്ടുള്ളൂ എന്നറിഞ്ഞ് ആകെ മൂഡ് ഓഫ് ആവാണ്. തിരിച്ചു പോകാൻ നേരം സിയോളിന്റെ ഫേസ് കണ്ടതും അവൻ എന്താ വിഷമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. കാര്യം ചോദിക്കുമ്പോ ക്യാഷ് ആണ് വിഷയം എന്ന് അവൻ പറയുന്നുണ്ട്. അതോർത്ത് വിഷമിക്കണ്ട, പൈസ ഉണ്ടാക്കാൻ ഞാൻ എന്തെങ്കിലും വഴി കാണാം. അല്ല, നമ്മളൊരു ഡേറ്റിന് പോവാന്ന് വിചാരിച്ചതല്ലേ, കാശില്ലാത്തോണ്ട് ഇനി അതും നീട്ടി വെക്കേണ്ടി വരുമെന്ന് അവള് പറയുന്നതിനിടെ സിയോളിന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആകെ റിച്ചായ ഒരുത്തൻ അവരെ വിളിക്കാണ്. അവനെ കണ്ടതും യുൻഹോയ്ക്ക് ഒരു ഐഡിയ തോന്നും. കട്ട് ചെയ്താ അന്ന് രാത്രി തന്നെ ഒരു ഡേറ്റിന് പോവാൻ അവർ റെഡി ആവുന്നതാണ് കാണിക്കുക. ഈ വേഷത്തിൽ യുൻഹോനെ കാണാൻ നന്നായിട്ടുണ്ടെന്ന് പറയണം അവൻ. അങ്ങനെ അവിടുത്തെ ഫേമസ് കപ്പിൾ സ്പോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ ആദ്യം പോകുന്നത്. മറ്റ് കപ്പിൾസ് ഒക്കെ ചെയ്തിരിക്കുന്ന പോലെ എനിക്കും ഒരു വിഷ് എഴുതി ലോക്ക് ചെയ്യണമെന്നും പറഞ്ഞ് സിയോളും ഞാനും കുറെ നാളുകൾക്ക് ശേഷം ഇവിടേക്ക് ഒരുമിച്ച് വരും. സിയോൾ ലവ് യുൻഹോ എന്നൊക്കെ എഴുതാണ് അവള്. അത് കണ്ടതും ഇത്രയൊക്കെ വേണോന്ന് ഹീറോ ചോദിക്കുമ്പോ ഇതിലൊന്നും വലിയ കാര്യമില്ല, കുറച്ച് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും 2 വഴിയായിരിക്കും, ഇത് പിന്നെ ബാക്കിയുള്ളവർ എഴുതിയ പോലെ എഴുതിയതാണെന്ന് അവള് പറയുമ്പോ സിയോളിന് എന്തോ ഒരു വിഷമാണ് തോന്നാം. കാരണം അവനിപ്പോ യുൻഹോനോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങി. അവിടെ സീൻ കട്ട് ചെയ്താ ഹ്യൂൺ വീട്ടിലേക്ക് വരാൻ നേരം അവിടെ ലീയെ കണ്ട് ഷോക്കാവാണ്. ഒപ്പം അച്ഛൻ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നതും കൂടെ കണ്ടതും ചൂടാവാണ് അവൻ. ഇന്നേരം അച്ഛൻ കുറച്ച് കഴിഞ്ഞ് താനേ എണീറ്റോളെന്നും പറഞ്ഞ് ഫോക്സ് ഹണ്ടറും വരും. നിന്റെ മെമ്മറി തിരിച്ചെടുക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ,
അത് ഈ ശ്യാമനാണെന്ന് പറയാണ് ലീ. എന്നിട്ട് സെയിം ടൈം ഇവരിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കായിരിക്കും. ഫ്രണ്ടിന്റെ കടം വാങ്ങിയ പൈസ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും കണ്ടും ചെലവാക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ മാസ്ക് ഒക്കെ വെച്ച് കാറിൽ തന്നെ ഇരുന്നിട്ടുള്ള ഡേറ്റ് മാത്രമേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ക്രൗഡ് ഉള്ള ഒരു സ്ട്രീറ്റില് കൈയൊക്കെ പിടിച്ച് സംസാരിച്ചു പോകുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്ന് സിയോള് പറയും. ഹ്യൂൺ ആണെങ്കിൽ ഫോക്സ് ഹണ്ടർ പറഞ്ഞതനുസരിച്ച് ആ മെമ്മറി ഓർത്തുകൊണ്ടിരിക്കുകയാണിപ്പോ. അവസാനം അതവൻ ഓർമ്മ വരുന്നുണ്ട്. യുൻഹോ ഇപ്പോഴും ഒരു 9-tailed ഫോക്സ് അല്ല, സാധാരണ മനുഷ്യ സ്ത്രീയാണെന്ന് പറഞ്ഞതും അവരാകെ ഷോക്കാവും. അവിടെ കട്ട് ചെയ്ത സിയോളിന്റെ ആഗ്രഹം പോലെ അവര് രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് സംസാരിച്ച് നടക്കാണിപ്പോ. സത്യം പറഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ സിയോളിനെ കാണുമ്പോഴൊക്കെ എന്റെ നെഞ്ചിടിക്കാനും ഭയങ്കര നെർവസ് ആവുന്ന പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൈ പിടിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തമ്മിലപ്പോ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവില്ലല്ലേ എന്ന് അവള് പറഞ്ഞതും അവന് ഫീൽ ആവാണത്. എന്നെ കളിപ്പിക്കാണോന്ന് ചോദിക്കും അവൻ. പക്ഷേ നമ്മളുടെ ലൈഫ് പഴയ പോലെ ആയാലും ഞാൻ ഈ ഡേറ്റ് മറക്കില്ല എന്ന് യുൻഹോ പറയുന്ന കേട്ട് ലൈഫ് പഴയ പോലെ ആയ എനിക്ക് ഈ ഓർമ്മകൾ ഉണ്ടാവോ എന്ന് ചോദിക്കുമ്പോ അതെല്ലാം ഞാൻ മായ്ച്ചു കളയുന്നായിരുന്നു യുൻഹോയുടെ മറുപടി. അങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നാലേ സിയോളിന് ആ ലൈഫ് നോർമലായി തന്നെ തോന്നൂ, സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന കേട്ട് എനിക്കങ്ങനെ ഒരു നോർമൽ ലൈഫ് വേണ്ടെങ്കിലോ. ഈ ഓർമ്മകളൊന്നും മായ്ക്കണ്ടെന്ന് പറഞ്ഞ് സിയോൾ അവളെ കിസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് സാറ്റർഡേ കാണാം. താങ്ക്